സിവിൽ സർവീസ് റാങ്ക് ലിസ്റ്റിൽ ഒരാളുടെ പേര് വരുമ്പോൾ റാങ്ക് അടിസ്ഥാനത്തിലാണ് അയാളുടെ സർവീസുകൾ ഏതാണെന്ന് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ പലർക്കുമുള്ളൊരു ധാരണ, അതായത് പൊതുവെ ആൾക്കാരുടെ ഒരു ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാങ്ക് വന്നതിന് ശേഷമാണ് പലരും IAS IPS ഇന്ത്യൻ ഫോറിൻ സർവീസോ അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേ മാനേജ്മെൻറ്റ് സർവീസിനോ അപ്ലൈ ചെയ്യുന്നതെന്ന്. പക്ഷെ അങ്ങനെയല്ല. പൊതുവെ ഒരു വ്യക്തി ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് തന്നെ അയാളുടെ സർവീസ് പ്രിഫറൻസുകൾ അയാൾ കൊടുത്തിരിക്കും. അതായത് റാങ്ക് വരുന്നതിന് മുമ്പേ തന്നെ ആൾക്കാർ അവർക്ക് ഏത് സർവീസാണ് വേണ്ടതെന്ന് ക്രമത്തിൽ കൊടുത്തിരിക്കും. ഈ റാങ്ക് ലിസ്റ്റ് വരുന്നതോട് കൂടിയിട്ടാണ് നിങ്ങളുടെ സർവീസ് അലോക്കേഷൻ ആരംഭിക്കുന്നത്. അപ്പോൾ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ സർവീസ് അലോക്കേറ്റ് ചെയ്യുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് ആണ്. അപ്പോൾ അതിന് ഏകദേശം റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം തുടർന്ന് ഏകദേശം 1-1.5 മാസത്തോളം സമയമെടുത്തിട്ടാണ് നിങ്ങൾക്ക് ഏത് സർവീസാണെന്ന് അലോക്കേറ്റ് ചെയ്യപ്പെടുന്നത്.